നമ്മുടെ മലപ്പുറത്ത് 5 മണിക്കൂർ കൊണ്ട് 300-ലധികം പേർ കൊല്ലപ്പെട്ട യുദ്ധം നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോരാട്ടം, ബ്രിട്ടീഷ് സാമ്രാജ്യം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സായുധ പോരാട്ടം, അത് പൂക്കോട്ടൂർ യുദ്ധമായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് മാപ്പിള പോരാളികളും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ പോരാട്ടമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 ഓഗസ്റ്റ് 26-ന് മെഷീൻ ഗണ്ണുകളും പീരങ്കികളുമായി ബ്രിട്ടീഷ് സൈന്യം കോഴിക്കോട്ട് നിന്നും പൂക്കോട്ടൂരിലേക്ക് പുറപ്പെട്ടു. തങ്ങളെ നേരിടാൻ ബ്രിട്ടീഷ് പട്ടാളം എത്തുന്നതറിഞ്ഞ് മാപ്പിള പോരാളികൾ പട്ടാളത്തെ ഗറില്ല യുദ്ധമുറയിൽ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പട്ടാളത്തെ കണ്ട ഉടനെ ആദ്യ വെടിപൊട്ടി. ആയുധശേഷിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം 5 മണിക്കൂർ നീണ്ട പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങി. വടക്കേ വീട്ടിൽ മുഹമ്മദായിരുന്നു യുദ്ധത്തിൽ മാപ്പിളമാരുടെ നേതാവ്. അദ്ദേഹം യുദ്ധത്തിൽ രക്തസാക്ഷിയായി. ബ്രിട്ടീഷ് ഭാഗത്ത് നിന്ന് മേജർ ലങ്കാസ്റ്ററും നിരവധി പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. 70 സൈനികരെയും 17 പോലീസുകാരെയും കാണാനില്ലെന്ന് ഓഗസ്റ്റ് 29-നും 30-നുമായി അമേരിക്കയിൽ ഇറങ്ങിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഒരു മാപ്പിള സ്ത്രീ രക്തസാക്ഷിയായതായി ആർമി മെഡിക്കൽ ക്യാപ്റ്റൻ സുള്ളീവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളം പൂക്കോട്ടൂരിൽ നരനായാട്ട് നടത്തി. മലപ്പുറം കോട്ടക്കുന്ന് മൈതാനിയിൽ പ്രത്യേക കോടതിയിൽ കൂട്ടവിചാരണ നടത്തിയ ഖിലാഫത്ത് പോരാളികളെ വെടിവെച്ച് കൊല്ലുകയും തൂക്കിലേറ്റുകയും ചെയ്തു. ചിലരെ ആൻഡമാൻ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. പിറന്ന മണ്ണിനു വേണ്ടി സധൈര്യം പോരാടിയ പോരാളികളുടെ ഓർമ്മയ്ക്കായി പൂക്കോട്ടൂരിൽ പടുത്തുയർത്തിയ യുദ്ധസ്മാരകമാണ് ഈ കാണുന്ന പൂക്കോട്ടൂർ ഗേറ്റ്. പൂക്കോട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ യതീംഖാനയും പിലാക്കലിലെ പൂക്കോട്ടൂർ യുദ്ധരക്തസാക്ഷികളുടെ 5 മക്ബറകളും ഇന്നും പോരാട്ടത്തിന്റെ പ്രതീകമായി നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്നു. മലപ്പുറത്തിന്റെ ചരിത്രങ്ങളും കൂടുതൽ വിശേഷങ്ങളും അറിയാൻ മേഡ് ഇൻ മലപ്പുറം എന്ന ഈ പേജ് ഫോളോ ചെയ്യൂ.